വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിന്റെ സമ്മേറ്റീവ് അസസ്മെന്റ്, അതായത് ഫസ്റ്റ് ടൈം ഇവാലുവേഷന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 1. The iodine test is used to detect the presence of which nutrient in food? Iodine test ഫുഡിലെ ഏത് ന്യൂട്രിയൻസ് ഉണ്ടോന്ന്, ന്യൂട്രിയന്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഏത് ന്യൂട്രിയൻസിന്റെ പ്രസൻസ് അറിയാനാണ്? ഓപ്ഷൻ എ കാർബോഹൈഡ്രേറ്റ്, സ്റ്റാർച്ചിന്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് അയോഡിൻ ടെസ്റ്റ് നടത്തുന്നത്, കാർബോഹൈഡ്രേറ്റ്. ക്വസ്റ്റ്യൻ ബി. What is the color change that occur when iodine solution is added to the following food item? ഇവിടെ കുറച്ച് ഫുഡ് ഐറ്റംസ് തന്നിട്ടുണ്ട്. ഇതിൽ എന്താണ് അയോഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കളർ ചേഞ്ച് എഴുതാനാണ് പറയണേ. നമുക്ക് ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ പൊട്ടറ്റോ. പൊട്ടറ്റോയിൽ അയോഡിൻ സൊല്യൂഷൻ ഒഴിച്ചാൽ എന്ത് കളറാണ് ഉണ്ടാവുന്നത്? ഡാർക്ക് ബ്ലൂ കളറാണ്. പിന്നെ റൈസ് വാട്ടറിൽ ഏതാണ്? റൈസ് വാട്ടറിൽ ഡാർക്ക് ബ്ലൂ കളറാണ് ഉണ്ടാവുന്നത്. കുക്കുംബറിൽ അയോഡിൻ സൊല്യൂഷൻ ഒഴിച്ചാൽ നോ കളർ ചേഞ്ച് ആണ്. ടപ്പിയോക്കയിൽ ഡാർക്ക് ബ്ലൂ കളറാണ്. മൈദയിൽ ഡാർക്ക് ബ്ലൂ കളറാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അയോഡിൻ അല്ലെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം, എന്തുകൊണ്ടാണ് അയോഡിൻ സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ കളർ ചേഞ്ച് ഉണ്ടാവുന്നതെന്ന് ചോദിക്കാം. അല്ല എന്ത് ഒഴിക്കുമ്പോഴാണ് എന്താണ് കളർ ചേഞ്ച് ഉണ്ടാവുന്നതെന്ന് ചോദിക്കാം. അയോഡിൻ സൊല്യൂഷൻ ഒഴിക്കുമ്പോഴാണ്. അപ്പൊ ഈ പറയുന്ന കളർ ചേഞ്ച് പൊട്ടറ്റോയിൽ ഉണ്ടാവുന്നത് ഡാർക്ക് ബ്ലൂ കളറാണ്, റൈസ് വാട്ടറിൽ ഡാർക്ക് ബ്ലൂ കളറാണ്, കുക്കുംബറിൽ കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല, തപ്പിയോക്കയിൽ ഡാർക്ക് ബ്ലൂ കളറാണ്, മൈദയിൽ ഡാർക്ക് ബ്ലൂ കളറാണ്. അപ്പോൾ അയോഡിൻ സൊല്യൂഷൻ ഒഴിച്ച് കഴിയുമ്പോൾ താഴെ പറഞ്ഞ ഫുഡ് ഐറ്റംസിൽ ഒഴിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന കളേഴ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഷുഗറിൽ ഡാർക്ക് ബ്ലൂ കളർ തന്നെയാണ് ഉണ്ടാവുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി നമുക്ക് നോക്കാം. വാട്ട് പോസിബിൾ ഇൻഫറൻസ് ക്യാൻ ബി റീച്ച്ഡ് ഫ്രം ദിസ് എക്സ്പെരിമെന്റ്? ഈ എക്സ്പെരിമെന്റിലേക്ക് എത്തുന്ന ഇൻഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം എന്താണ് ഇതില്? സ്റ്റാർച്ച് ഈസ് പ്രസന്റ് ഇൻ അബണ്ടൻസ് ഇൻ സെറൽസ് ആൻഡ് ട്യൂബേഴ്സ്. സെറൽസിലും ട്യൂബേഴ്സിലും ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? സ്റ്റാർച്ച് ആണ്. സ്റ്റാർച്ചിന്റെ പ്രസൻസ് ഒരുപാട് ഉണ്ട് സെറൽസിലും ട്യൂബേഴ്സിലും. വെജിറ്റബിൾ ലൈക്ക് കുക്കുംബർ ഹാവ് ലോ സ്റ്റാർച്ച് കണ്ടന്റ്. പക്ഷെ വെജിറ്റബിൾസിൽ എന്താണ്? വെജിറ്റബിളിൽ ഒഴിച്ചപ്പോൾ നോ കളർ ചേഞ്ച് ആണ്. അപ്പൊ ഈ എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? വെജിറ്റബിൾ, അതായത് കുക്കുംബർ പോലെയുള്ള വെജിറ്റബിൾസിൽ എന്താണ്? സ്റ്റാർച്ചിന്റെ എമൗണ്ട് കുറവാണ്, സ്റ്റാർച്ച് കണ്ടന്റ് കുറവാണ്. ട്യൂബേഴ്സിലും പിന്നെ എന്തിലാണ്? സെറൈൽസിലും എന്ത് കൂടുതലാണ്? സ്റ്റാർച്ച് കൂടുതലാണ്, അതായത് കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ്. അതാണ് നമുക്ക് ഈ എക്സ്പെരിമെന്റിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. ആക്ടിവിറ്റി 2. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ റിലേറ്റിംഗ് ദ ഡെഫിഷ്യൻസി ഡിസീസ്. ഇവിടെ കുറച്ച് ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിളിൽ വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ഭാഗം കുറച്ച് കംപ്ലീറ്റ് ആക്കാതിട്ടുണ്ട്. അതിന്റെ ഗുണങ്ങൾ, സിഗ്നിഫിക്കൻസ് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കുറവും കൊണ്ടുണ്ടാകുന്ന ഡെഫിഷ്യൻസി ഡിസീസുകൾ, ഇത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലെങ്കിൽ ഉണ്ടാക്കാവുന്ന ഡിസീസുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കുറച്ച് ഫില്ല് ചെയ്യാത്ത ഭാഗങ്ങൾ ഇതിൽ തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സാധനത്തിൽ എന്താണ് തന്നിരിക്കുന്നത്? വൈറ്റമിൻ ഏതാണ്? വിറ്റാമിൻ എ ആണ് തന്നിരിക്കുന്നത്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഗുണം എന്താണ്? മെയിൻറ്റെയിൻ ദ ഹെൽത്ത് ഓഫ് ഐസ്. ഐസിന്റെ ഹെൽത്തിനെ, ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. സ്കിൻ ആൻഡ് ഹെയർ, അതുപോലെ സ്കിന്നിനെ, ഹെയറിന്റെയും ഹെൽത്തിനെയും മെയിൻറ്റെയിൻ ചെയ്യുന്നു വൈറ്റമിൻ എ. അപ്പൊ ഇതിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ്, നിശാന്തത എന്ന് പറയും, നൈറ്റ് ബ്ലൈൻഡ്നെസ്. അപ്പൊ ഇവിടുത്തെ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം, വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാവുന്ന അസുഖത്തിന്റെ പേരെന്താണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ്. അപ്പൊ ഈ ഡിസീസുകളൊക്കെ നന്നായി പഠിച്ചു വെക്കുക. നെക്സ്റ്റ് സ്കർവി. സ്കർവി എന്ന് പറഞ്ഞ ഡിസീസ് ഉണ്ടാവാൻ കാരണം, അപ്പോൾ ഒരു വൈറ്റമിന്റെ സിഗ്നിഫിക്കൻസ് തന്നിട്ടുണ്ട്. ഫോർ ദ ഹെൽത്ത് ഓഫ് ടീത്ത് ഗം ബ്ലഡ് വെസൽസ് ആൻഡ് ഫോർ ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഇതിന്റെ ഏത് വൈറ്റമിൻ ആണ്? വൈറ്റമിൻ സി ആണ്. ഫോർ ദ ഹെൽത്ത് ഓഫ് ടീത്ത് ഗം ബ്ലഡ് വെസൽസ് ആൻഡ് ഫോർ ഇമ്മ്യൂണിറ്റി. ഏതാണ്? സ്കർവി. സ്കർവി എന്ന ഡിസീസിന് കാരണമാവുന്ന എന്തിന്റെ ഡെഫിഷ്യൻസിയാണ്? വൈറ്റമിൻ സി ആണ്. നെക്സ്റ്റ് അയൺ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖമാണ് എന്തെന്ന് പറയുന്നത്? അനീമിയ. ഇത് ഷുവറായിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അയൺ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസാണ് അനീമിയ എന്ന് പറയുന്നത്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ്. ബ്ലഡിലെ ഹീമോഗ്ലോബിന്റെ ഫോർമേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? അയൺ ആണ്. നെക്സ്റ്റ് അയഡിൻ. അയഡിൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഹെൽപ്സ് ദ ഫങ്ഷനിങ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷനിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നു. അയഡിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖമാണ് എന്തത്?
ഗോയിറ്റർ. അപ്പൊ അയഡിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖമാണ് എന്ന് പറയുന്നത് ഗോയിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അയഡിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ഗോയിറ്റർ. ഇനി ഈസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന ഡെഫിഷ്യൻസി ഡിസീസ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ബോൺസിന്റെ ഫോർമേഷനും ടീത്തിന്റെ ഫോർമേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിപ്പോ ഏത് വൈറ്റമിൻ ആണ്? വൈറ്റമിൻ ഡി. ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി. അപ്പൊ വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ഉണ്ടാകുന്ന ഡിസീസ് ആണ് എന്തെന്ന് പറയുന്നത് ഈസ്റ്റിയോപോറോസിസ്. അപ്പൊ വൈറ്റമിൻ എ എന്ന് പറയുന്നത് നൈറ്റ് ബ്ലൈൻഡ്നസ്, വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന സ്കർവി, അയണിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന അനീമിയ, അയഡിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത് ഗോയിറ്റർ, വൈറ്റമിൻ ഡിയുടെ അല്ലെങ്കിൽ കാൽഷ്യത്തിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്നത് ഈസ്റ്റിയോപോറോസിസ്. അപ്പോൾ ഈ ഡെഫിഷ്യൻസി ഡിസീസും അതിന്റെ കാരണമാകുന്ന മിനറൽസ് അല്ലെങ്കിൽ വൈറ്റമിൻസും പഠിച്ചു വെച്ചിരിക്കുക, അതിന്റെ സിഗ്നിഫിക്കൻസും പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ആണ്. വാട്ട് ഈസ് ബാലൻസ്ഡ് ഡയറ്റ്? എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. In order to maintain health, we should follow a diet which include protein, carbohydrate, fat, vitamin and minerals in appropriate quantity. Such a diet is called balanced diet. Balanced diet എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കുറച്ച് ചോറ് കഴിക്കുക, അത് കഴിഞ്ഞാൽ ഭക്ഷണങ്ങൾ കുറച്ച് കഴിക്കുക എന്നുള്ളതാണോ ഡയറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതല്ല. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിക്കുന്ന നമ്മുടെ ഫുഡില് നമുക്ക് ആവശ്യമായ അളവിൽ എന്തൊക്കെ വേണം? പ്രോട്ടീനും വേണം, കാർബോഹൈഡ്രേറ്റും ഫാറ്റും വൈറ്റമിനും മിനറൽസും ഇതെല്ലാം ആവശ്യമായ ക്വാണ്ടിറ്റിയിൽ നമ്മൾ കഴിക്കണം. നമ്മൾ കുറേ പ്രോട്ടീൻ മാത്രം കഴിച്ചുകൊണ്ടിരുന്ന അത് ബാലൻസ്ഡ് ഡയറ്റ് അല്ല. അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് പാടെ ഒഴിവാക്കിയാൽ അത് ബാലൻസ്ഡ് ഡയറ്റ് അല്ല. അതുപോലെ ഫാറ്റ് നമ്മൾ കഴിക്കാതിരിക്കുന്നത് കൊണ്ട് അത് ബാലൻസ്ഡ് ഡയറ്റ് അല്ല. ഇനി ഫാറ്റ് മാത്രം കഴിക്കുന്നതും ബാലൻസ്ഡ് ഡയറ്റ് അല്ല. നമുക്ക് വേണ്ട ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും വൈറ്റമിൻസും മിനറൽസും എല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മൾ ഉൾപ്പെടുത്തണം. ഇതെല്ലാം കൂടി ചേർന്ന് അപ്രോപ്രിയേറ്റ് ക്വാണ്ടിറ്റിയിൽ ഇത് കഴിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഫുൾ ഒഴിവാക്കി പ്രോട്ടീൻ മാത്രം കഴിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ബാക്കി എല്ലാം ഒഴിവാക്കി വൈറ്റമിൻസ് മാത്രം കഴിക്കുന്നത് കൊണ്ടോ നമ്മൾക്ക് ബാലൻസ്ഡ് ഡയറ്റ് ആവില്ല. അപ്പൊ അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇതെല്ലാം ഈക്വൽ അളവിൽ കഴിക്കുന്ന അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ക്വാണ്ടിറ്റി, എന്ത് ക്വാണ്ടിറ്റിയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത്, എത്രത്തോളം ക്വാണ്ടിറ്റിയാണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ളത്, അതിനനുസരിച്ച് നമ്മൾ കഴിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ബി, ചെക്ക് ഔട്ട് സനൂസ് 1 day ഫുഡ് ചാർട്ട്. ഈസ് ഇറ്റ് ബാലൻസ്ഡ് ഡയറ്റ്? വൈ? ഇവിടെ സനുവിന്റെ ഒരു ഫുഡ് ചാർട്ട് തന്നിട്ടുണ്ട്. ഇത് ബാലൻസ്ഡ് ഡയറ്റ് ആണോ നിങ്ങൾ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ബ്രേക്ക്ഫാസ്റ്റിക്ക് ദോശയും ചട്നിയാണ് കഴിക്കുന്നത്, ലഞ്ചിന് ചിക്കൻ ബിരിയാണിയാണ്, ഡിന്നറിന് പൊറോട്ടയും ഫിഷ് കറിയാണ്. ഇത് ബാലൻസ്ഡ് ഡയറ്റ് ആണോ? നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് നോട്ട് എ ബാലൻസ്ഡ് ഡയറ്റ്. ഇതെന്തല്ല? ബാലൻസ്ഡ് ഡയറ്റ് അല്ല. സനു വിൽ നോട്ട് ഗെറ്റ് ദ നെസസറി ന്യൂട്രിയൻ. സനുവിന് ഈ ഇതിൽ എല്ലാ ന്യൂട്രിയൻസും എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. വൈറ്റമിൻസ്, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ്സ് ഫ്രം ദിസ് ഫുഡ്. ഈ ഫുഡിൽ നിന്ന് എന്തൊക്കെ മാത്രമേ കിട്ടുന്നുള്ളൂ? വൈറ്റമിൻസും മിനറൽസും അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സും മാത്രമേ ഈ ഫുഡിൽ നിന്ന് കിട്ടുന്നുള്ളൂ. പൊറോട്ട ഇസ് മെയ്ഡ് ഫ്രം മൈദ. എന്താണ്? മൈദ ഉപയോഗിച്ചാണ് എന്തുണ്ടാക്കുന്നത്? പൊറോട്ട ഉണ്ടാക്കുന്നത്. വിച്ച് ഇസ് നോട്ട് ഹെൽത്തി. മൈദ എന്തല്ല? ഹെൽത്തി അല്ല. സിൻസ് മൈദ ലാക്സ് ഫൈബർ. മൈദയിൽ എന്താണ്? ഫൈബർ ഇല്ല. ഇറ്റ് ക്യാൻ കോസ് ഡൈജസ്റ്റീവ് പ്രോബ്ലം. ഈ ഫൈബേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതെന്തുണ്ടാക്കും? ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാക്കും. അപ്പൊ ഇതിനകത്ത് പ്രോട്ടീൻസും മിനറൽസും കാർബോഹൈഡ്രേറ്റും ഫാറ്റും എല്ലാം ഉണ്ടാവണം. കുറച്ച് സാധനം മാത്രം എഴുതാൻ അതെന്താവില്ല? ബാലൻസ്ഡ് ഡയറ്റ് ആവില്ല. Next question C. Write the name of main component of other than nutrient that must be obtained through food. ഏതാണ്? ഫൈബേഴ്സ് ആണ്. ഇതല്ലാതെ വേറെ ഏതാണ് നമുക്ക് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടത്? ഫൈബേഴ്സ് ആണ് മെയിൻ കമ്പോണന്റ്. മറ്റുള്ള ന്യൂട്രിയൻസിനെ അപേക്ഷിച്ചുള്ള മെയിൻ കമ്പോണന്റ് ആണ് ഇതെന്ന് പറയുന്നത് ഫൈബേഴ്സ്. ഫൈബേഴ്സ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസിനെ തടയും, അല്ലെ? ഡൈജഷൻ നന്നായി സ്മൂത്ത് ആയിട്ട് നടക്കും ഫൈബേഴ്സ് ഉണ്ടെങ്കിൽ. Okay, next activity 4. Write the names of the magnets number 1, 2, 3, 4. ഇവിടെ കുറച്ച് മാഗ്നറ്റ് കാണിച്ചിട്ടുണ്ട്. ഓരോ മാഗ്നറ്റിന്റെയും പേര് എഴുതാനാണ്. ഒന്നാമത്തേതാണ് ഓവൽ മാഗ്നറ്റ് ആണ്, രണ്ടാമത്തെ യു ഷേപ്ഡ് മാഗ്നറ്റ് ആണ്, മൂന്നാമത്തെ ഡിസ്ക് മാഗ്നറ്റ് ആണ്, നാലാമത്തെ റിംഗ് മാഗ്നറ്റ് ആണ്. മാഗ്നറ്റിന്റെ ചാപ്റ്ററിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഓവൽ മാഗ്നറ്റ് ആണ്, യു ഷേപ്ഡ് മാഗ്നറ്റ്, ഡിസ്ക് മാഗ്നറ്റ് ആൻഡ് റിംഗ് മാഗ്നറ്റ്.
Question B. Classify the following substance on the basis of their attraction to magnet. Explain the criteria of classification. അവിടെ കുറച്ച് സബ്സ്റ്റൻസിന് നൽകിയിട്ടുണ്ട്. അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്രൈറ്റീരിയയുടെ ബേസിൽ ഒന്ന് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ അയൺ, നെയിൽ, സ്റ്റീൽ, ഗ്ലാസ്, പേപ്പർ, സേഫ്റ്റി പിൻ, പെൻ, പിൻ ഇത്രയാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ കുറച്ച് എന്താണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്, കുറച്ച് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ചിലത് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസ് അല്ലെ. മാഗ്നറ്റിക് സബ്സ്റ്റൻസ്, നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അട്രാക്ട് ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഏതൊക്കെ, മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഏതൊക്കെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യേണ്ടത്. മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അതായത് മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടി കാണിക്കുന്നത് ഏതൊക്കെയാണ്? അയണ്, നെയില്, സേഫ്റ്റി പിന്ന്, പിന്ന് ഇതൊക്കെയാണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഏതൊക്കെയാണ്? സ്റ്റീല്, ഗ്ലാസ്, പേപ്പർ, പെൻ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് the substance which attracted by magnets are magnetic substance. മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യുന്നത് ഏതാണോ അതാണ് ഇതെന്ന് പറയുന്നത് മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. The substance which attracted by magnets are magnetic substance. മാഗ്നറ്റിൽ അട്രാക്ട് ചെയ്യുന്ന ഏതാണോ അതാണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദോസ് വിച്ച് ഡസ് നോട്ട് അട്രാക്ട് ചെയ്യാത്ത ഏതാണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റി 5. Question A നമുക്ക് നോക്കാം. വാട്ട് ഇസ് ദ നെയിം ഗിവൺ ടു ദ എൻഡ്സ് ഓഫ് മാഗ്നറ്റ്സ് വേർ ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഇസ് സ്ട്രോങ്സ്റ്റ്? മാഗ്നറ്റ്സിന്റെ ഏത് ഭാഗത്തായിരിക്കും അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതൽ കാണുക? അതായത് ഒരു മാഗ്നറ്റിന്റെ ഇപ്പൊ യു ഷേപ്ഡ് മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ മാഗ്നറ്റിന്റെ ഏത് ഭാഗത്തായിരിക്കും അല്ലെങ്കിൽ ബാർ മാഗ്നറ്റ് എടുക്കാം, യു ഷേപ്പ് ഏത് മാഗ്നറ്റ് എടുത്താലും മാഗ്നറ്റിന്റെ ഏത് ഭാഗത്തായിരിക്കും എന്ത് കൂടുതൽ കാണുക? അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതൽ എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ പേര് എഴുതാനാണ്. ഏത് ഭാഗത്താണ്? എൻഡ് പോർഷനിലാണ്. നോർത്ത് സൗത്ത് എന്നും പറഞ്ഞിട്ട് നമ്മൾ എഴുതാറില്ലേ? എൻഡ് പോർഷനിലാണ്. അപ്പൊ മാഗ്നറ്റിക് പോൾസ് എവിടെയാണ്? മാഗ്നറ്റിക് പോൾസിലാണ് എന്തുണ്ടാവുക? അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതൽ ഉണ്ടാവുക. അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതൽ എവിടെയാണ്? മാഗ്നറ്റിക് പോൾസ്. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഏതാണ്? മാഗ്നറ്റിന്റെ സ്ട്രോങ്ങസ്റ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലുള്ളത് എവിടെയായിരിക്കും? മാഗ്നറ്റിക് പോൾസിലായിരിക്കും. List the observation that can be obtained by arranging the magnet as shown in the figure below. ഇവിടെ കുറച്ച് അറേഞ്ച്മെന്റ്സ് കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ പോൾസ് കമ്മിങ് ക്ലോസർ അതിന്റെ ഒബ്സർവേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോർത്ത് സൗത്ത്, സൗത്ത് നോർത്ത്. ഇതിൽ രണ്ട് സൗത്ത് സൗത്ത് എന്താണ്? അടുത്തടുത്താണ് വരുന്നത്. സൗത്ത് സൗത്ത് അടുത്തടുത്ത് വന്ന ഒബ്സർവേഷൻ എന്തായിരിക്കും? ഇത് റിപ്പൽ ചെയ്യും. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇത് മൂവ് ചെയ്യില്ല, അട്രാക്ട് ചെയ്യില്ല. ഇതെന്താണ്? വികർഷിച്ച് പോവാണ് ചെയ്യുന്നത്, റിപ്പൽ ചെയ്യാണ്. അടുത്തത് സൗത്ത് നോർത്ത്. അപ്പൊ നിങ്ങൾ എന്താ എഴുതുന്നത്? സൗത്ത് നോർത്ത്. രണ്ട് ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അട്രാക്ട്. ലൈക്ക് പോൾ എന്ത് ചെയ്യും? ഒരേപോലെയുള്ള പോൾസ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അൺലൈക്ക് പോൾസ് എന്ത് ചെയ്യും? അൺലൈക്ക് പോൾസ് അതായത് ഒരുപോലെ അല്ലാത്ത പോൾസ് അട്രാക്ട് ചെയ്യും. അതാണ് നിങ്ങൾ ഇതിനകത്ത് ആദ്യം മനസ്സിലാക്കുന്നത്. ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യും, അതായത് അത് വികർഷിച്ചു പോകും. അൺലൈക്ക് പോൾസ് ആണ് ആകർഷിക്കുക. അപ്പോൾ ഇതാണെങ്കിൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. നെക്സ്റ്റ് നോർത്ത് നോർത്ത്. നോർത്ത് നോർത്ത് മുകളിൽ എഴുതി തന്നെയാണ്. എന്ത്? ഒരേപോലെയുള്ള ലൈക്ക് പോൾസ് വന്നാൽ എന്ത് സംഭവിക്കുന്നത്? റിപ്പൽ അല്ലേ. അടുത്തത് നോർത്ത് സൗത്ത്. ഇവിടുത്തെ നോർത്ത് സൗത്ത് ആണ്. ഇതെന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി. റൈറ്റ് 4 ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ്. മാഗ്നറ്റിന്റെ ഏതെങ്കിലും 4 ജനറൽ പ്രോപ്പർട്ടീസ് എഴുതാനാണ് പറയണേ. എ മാഗ്നറ്റ് അട്രാക്ട് മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. മാഗ്നറ്റ് എന്ത് ചെയ്യും? മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ അട്രാക്ട് ചെയ്യും. മാഗ്നറ്റിന് എന്തുണ്ട്? 2 പോൾസ് ഉണ്ട്. ലൈക്ക് പോൾസ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അൺലൈക്ക് പോൾസ് അട്രാക്ട് ചെയ്യും. മാഗ്നറ്റിക് ഫോഴ്സ് ഇസ് മോർ അറ്റ് പോൾസ്. മാഗ്നറ്റിക് ഫോഴ്സ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയായിരിക്കും? പോൾസിലായിരിക്കും. മാഗ്നറ്റിക് പോൾസിലായിരിക്കും അല്ലെ. എ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ദെയർ അറൌണ്ട് ഈച്ച് മാഗ്നറ്റ്. അപ്പൊ ഏതെങ്കിലും ഒരു 4-5 ജനറൽ പ്രോപ്പർട്ടി എഴുതാനാണ് പറയുന്നത്. അപ്പൊ മാഗ്നറ്റിന്റെ ജനറൽ പ്രോപ്പർട്ടീസ് കാണാതെ പഠിക്കുക എളുപ്പമാണ്. മാഗ്നറ്റ് എന്ത് ചെയ്യും? മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ അട്രാക്ട് ചെയ്യും. അതുപോലെ മാഗ്നറ്റിന് എത്ര പോളുണ്ട്? 2 പോളുണ്ട്. ലൈക്ക് പോളും ഉണ്ട്, അൺലൈക്ക് പോളും ഉണ്ട്. ലൈക്ക് പോള് റിപ്പൽ ചെയ്യും, അൺലൈക്ക് പോൾ അട്രാക്ട് ചെയ്യും. പിന്നെ മാഗ്നറ്റിക് ഫോഴ്സ് കൂടുതൽ എവിടെയായിരിക്കും? പോൾസ്, എൻഡ് ഭാഗത്തായിരിക്കും അല്ലെ, പോൾസിലായിരിക്കും. ഇനി ആക്ടിവിറ്റി 6. ക്വസ്റ്റ്യൻ. What is the change in the magnetic force of a magnet when it is heated? What is the change in the magnetic force of a magnet? ഒരു മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫോഴ്സിന് ചേഞ്ച് ഉണ്ടാകുന്നത് എന്താ? വെൻ ഇറ്റ്സ് ഹീറ്റഡ്. അത് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചേഞ്ച് ആണ് ഉണ്ടാകുന്നത്?
എന്ത് ചേഞ്ച് ഉണ്ടാകുന്നത്? നോ ചേഞ്ച്. എന്താണ്? നോ ചേഞ്ച് അല്ല, സോറി. എന്ത് ചേഞ്ച് ആണ് ഉണ്ടാകുന്നത്? മാഗ്നറ്റിക് ഫോഴ്സ് എന്ത് ചെയ്യപ്പെടും? ഡിക്രീസ് ചെയ്യപ്പെടും. അതായത് മാഗ്നറ്റിക് ഫോഴ്സ് കുറയും. അപ്പോൾ മാഗ്നറ്റിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫോഴ്സിന് എന്ത് ചേഞ്ച് ആണ് ഉണ്ടാകുന്നത്? മാഗ്നറ്റിക് ഫോഴ്സ് ഡിക്രീസ്, മാഗ്നറ്റിക് ഫോഴ്സ് കുറയും. അപ്പൊ മാഗ്നറ്റിനെ ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫോഴ്സ് കുറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി, how should bar magnets be kept from losing their attractive force? Bar magnets are kept in pairs with their unlike poles come close together. എന്താണ്? ബാർ മാഗ്നറ്റിന് നമ്മൾ പെയറായിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? അൺലൈക്ക് പോൾസ് ഒരുമിച്ച് വരും. ഇൻ ബിറ്റ്വീൻ ദ മാഗ്നറ്റ്സ് എ വുഡൻ ഓർ പ്ലാസ്റ്റിക് ബ്ലോക്ക് ഈസ് പ്ലേസ്ഡ് ടു അവോയ്ഡ് ഡയറക്റ്റ് കോണ്ടാക്ട്. അപ്പൊ അതിനിടയിൽ നമ്മൾ എന്ത് വെക്കണം? ഒരു വുഡനോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബ്ലോക്കോ പ്ലേസ് ചെയ്യണം. അല്ലെങ്കിൽ അതെന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. കാരണം അൺലൈക്ക് പോൾസ് അടുത്ത് വരുന്നത്. Stoppers made of magnetic substance are kept at both ends sticking on the poles. In case of few magnets, the non-magnetic substance is not necessary. Keep the stopper at the poles only. Next, how to make an electromagnet. എങ്ങനെയാണ് ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാക്കണം എങ്ങനെയാണെന്നുള്ളത് പഠിക്കാൻ. അതൊക്കെ മെറ്റീരിയൽ ആവശ്യമുണ്ട്. 9 വോൾട്ട് ബാറ്ററി, കണക്ടർ, പിന്നെ ഇൻസുലേറ്റഡ് കോപ്പർ വയർ, സോഫ്റ്റ് അയൺ നെയിൽ. ഇത്രയും സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. എ ലാർജ് നമ്പർ ഓഫ് വൈൻഡിങ്സ് ആർ മെയ്ഡ് ഓൺ ദ അയൺ നെയിൽ യൂസിങ് ഇൻസുലേറ്റഡ് കോപ്പർ വയർ. റിമൂവ്, അത് എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? കോപ്പർ വയർ ഉപയോഗിച്ചിട്ട് അയൺ നെയിലിനെ എന്ത് ചെയ്യണം? ഇങ്ങനൊന്ന് ചുറ്റ് ചെയ്യണം, റാപ്പ് ചെയ്യണം. റിമൂവ് ദ ഇൻസുലേഷൻ ഓഫ് ബോത്ത് എൻഡ്സ് ഓഫ് ദ കോപ്പർ വയർ ആൻഡ് കണക്ട് ദം ടു ദ എൻഡ് ഓഫ് വയർ ഓഫ് കണക്ടർ. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ഇൻസുലേഷൻ, ആ കോപ്പർ വയറിന്റെ ലാസ്റ്റ് എൻഡിലുള്ള 2 ഇൻസുലേഷൻ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. മാറ്റിയിട്ട് അത് എവിടെ പ്ലേസ് ചെയ്യണം? നൗ പ്ലേസ് ദ കണക്ടർ ഓൺ ദ ബാറ്ററി. അത് എന്തിലേക്ക് കണക്ട് ചെയ്യണം? ബാറ്ററിയിൽ കണക്ട് ചെയ്യണം. യു ക്യാൻ സീ ദ പിൻസ് ആർ അട്രാക്റ്റഡ് ബൈ ദ നെയിൽ വെൻ ദേ ആർ പ്ലേസ്ഡ് നിയർ ഇറ്റ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്താണ്? ആ നെയിലിന്റെ അടുത്ത് കൊണ്ടുപോയി പിന്നിനെ വെച്ചാൽ ആ പെന്നിനെ അത് അട്രാക്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ദ അയൺ നെയിൽ ഫംഗ്ഷൻ ആസ് എ മാഗ്നറ്റ് വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ് ത്രൂ ദ വിൻഡിങ്സ്. എന്താണ്? ആ വയറിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ദ അയൺ നെയിൽ ഫംഗ്ഷൻ ആസ് മാഗ്നറ്റ്. അയൺ നെയിൽ എന്തായിട്ട്? മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് അയൺ നെയിൽ ഒരു മാഗ്നറ്റ് പോലെ പ്രവർത്തിക്കും അല്ലെ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത്. ബട്ട് ഇഫ് ദ ബാറ്ററി ഈസ് ഡിസ്കണക്ട്, ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ നെയിൽ കുഡ് നോട്ട് ബി അട്രാക്ട് ദ പിൻ. ആ നെയിലിന് എന്ത് ചെയ്യാൻ കഴിയില്ല? പിന്നിനെ അട്രാക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പൊ ബാറ്ററി ഉണ്ടെങ്കിലാണ്, ബാറ്ററിയിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലാണ് അതിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയും ഈ നമ്മുടെ ആണി എന്താണ്? ഒരു മാഗ്നറ്റ് ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. That means when there is no current through the windings, the nail could not act as magnet. കറണ്ട് അതിലൂടെ പാസ് ചെയ്തില്ലെങ്കിൽ ആ നെയിൽ, അതായത് ആ ആണി എന്തായിട്ട് പ്രവർത്തിക്കില്ല? മാഗ്നറ്റ് ആയിട്ട് പ്രവർത്തിക്കില്ല. ദിസ് ഈസ് കോൾഡ് ദ ഇലക്ട്രോമാഗ്നറ്റ്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറയുന്നത്. ആസ് ഇറ്റ് ഹാസ് മാഗ്നറ്റിക് ഫോഴ്സ് ഓൺലി വെൻ ഇലക്ട്രിസിറ്റി പാസ്ഡ്. അത് മാഗ്നറ്റിക് ഫോഴ്സ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ മാത്രമേ എന്താണ് അത് പ്രവർത്തിക്കുകയുള്ളൂ. ഇനി ആക്ടിവിറ്റി 7 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. The ribs, spine and skull are talking about the service they provide to the body. What would be each one say? നമ്മുടെ ശരീരത്തിലെ റിബ്സ്, സ്പൈന്, സ്കളൊക്കെ കുറിച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച്, അവർ നമുക്ക് എന്ത് ഫങ്ഷൻസ് ഒക്കെ ചെയ്തു തരുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും പറയുന്നത് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് റിബ്സ് പറയുന്നത്? റിബ്സിന്റെ ഫങ്ഷൻ എന്താണ്? വി എൻഫോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ ഹാർട്ട്. ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഹാർട്ടിനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് ചുറ്റി വരിഞ്ഞ് ഹെൽപ്പ് ചെയ്യുന്നു. ലങ്സ് ആൻഡ് സം മേജർ ബ്ലഡ് വെസൽ. എന്താണ് വേറെ ഏതൊക്കെയാണ്? ലങ്സിനെ, മേജർ ബ്ലഡ് സെൽസിനെ ഒക്കെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. റിബ്സ് പറയുന്നതായിരിക്കും. വെർട്ടബ്രൽ കോളം എന്തായിരിക്കും പറയുന്നത്? ഐ ആം ദ വൺ ഹൂ ഹെൽപ്സ് ദ ബോഡി ടു സ്റ്റാൻഡ് സ്ട്രൈറ്റ് ആൻഡ് മൂവ്. നമ്മളെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കാനും നടക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? വെർട്ടബ്രൽ കോളമാണ്. ദ സ്പൈനൽ കോഡ് വിച്ച് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം പാസസ് ത്രൂ മീ. ദ സ്പൈനൽ കോഡ് വിച്ച് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് എന്തുകൊണ്ടത്? സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. അത് ഏത് വഴിയാണ് ഇപ്പോൾ പാസ് ചെയ്യുന്നത്? ഈ വെർട്ടബ്രൽ കോളം വഴിയാണ്. നെക്സ്റ്റ് സ്കൾ. സ്കള് ബ്രെയിൻ വിച്ച് ഈസ് എ മേജർ ഓർഗൻ ഓഫ് ദ ഹ്യൂമൻ ബോഡി ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് മീ. സ്കൾ എന്താ പറയുന്നത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് ബ്രെയിൻ എന്ന് പറയുന്നത്. അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഞാനാണ്. ഐ എം ഓൾസോ പ്രൊവൈഡ് എ പ്രൊട്ടക്ഷൻ ടു സെൻസറി ഓർഗൻസ് സച്ച് ആസ് ദ ഐസ്, ഇയേഴ്സ്, നോസ് ആൻഡ് ടങ്. പിന്നെ സെൻസറി ഓർഗൻസ് ആയ ഐസിനും, ഇയേഴ്സിനും, നോസിനും, ടങ്ങിനും ഒക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്.
അപ്പോൾ ഇവര് സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സംസാരിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിബ്സിന്റെ ഫംഗ്ഷൻ പറയുന്നു, വെർട്ടബ്രൽ കോളത്തിന്റെ ഫംഗ്ഷൻ പറയുന്നു, സ്കള്ളിന്റെ ഫംഗ്ഷൻ പറയുന്നു. അപ്പൊ ഈ പാർട്സിന്റെ ഒക്കെ ഫംഗ്ഷൻസ് നിങ്ങൾ നന്നായി പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി, കംപ്ലീറ്റ് ടേബിൾ ഗിവൺ ബിലോ. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ബോഡി പാർട്സ്, അതിന്റെ നമ്പർ ഓഫ് ബോൺസ് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്പൈൻ കോഡിൽ എത്രയാണ്? 33 ബോൺസ് ആണുള്ളത്. സ്കള്ളില് 22 റിബ്സിൽ 24 ആണ്. സ്റ്റേണം 1 ആണ്. ഈ നമ്പേഴ്സ് നിങ്ങൾ നന്നായി പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓരോ ബോഡി പാർട്ട് നമ്പർ ഓഫ് ബോൺസിന്റെ എണ്ണവും നന്നായി പഠിച്ചു വെക്കുക. 33, 22, 24, സ്റ്റേണം 1. ഓക്കെ, ഈ നമ്പേഴ്സ് നിങ്ങൾ നന്നായി പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 8. നെക്സ്റ്റ് ആക്ടിവിറ്റി 8 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ റിലേറ്റഡ് ടു ജോയിൻസ്. താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് ജോയിൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ജോയിന്റ്, ഹിഞ്ച് ജോയിന്റ്, പാർട്ട് ഓഫ് ദ ബോഡി, ക്യാരക്ടറിസ്റ്റിക്സ്, ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇതിൽ വിട്ടുപോയ ഭാഗം നിങ്ങൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹിഞ്ച് ജോയിന്റ് ആണ് ആദ്യം തന്നിരിക്കുന്നത്. ഹിഞ്ച് ജോയിന്റ് ഏത് പാർട്ടിലാണ് കാണപ്പെടുന്നത്? എൽബോ, നീ. ഹിഞ്ച് ജോയിന്റ് പാർട്ട് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് ഏതാണ്? എൽബോ, നീ. എന്റെ ക്യാരക്ടർ ലൈക്ക് ഹിഞ്ചസ് ദിസ് ക്യാൻ ബി മൂവ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യിക്കാൻ പറ്റും അല്ലെ. നെക്സ്റ്റ്, ഷോൾഡറിലും ഹിപ്പിലും കാണപ്പെടുന്ന ജോയിന്റ് ഏതാണ്? ഷോൾഡറിലും ഹിപ്പിലും കാണപ്പെടുന്ന ജോയിന്റ് ആണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഷോൾഡറിലും ഹിപ്പിലാണ് കാണപ്പെടുന്നത്. ഇതിന്റെ ക്യാരക്ടർ എന്താണ്? ദ ജോയിന്റ് വിത്ത് മാക്സിമം ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. ദ റൗണ്ടഡ് എൻഡ് ഓഫ് വൺ ബോൺസ് റൊട്ടേറ്റ് ഇൻ ദ ക്യാവിറ്റി ഓഫ് അനദർ ബോൺ. മാക്സിമം ഫ്രീഡത്തിൽ മൂവ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. നെക്സ്റ്റ് തന്നിരിക്കുന്നത് പൈവോട്ട് ജോയിന്റ് ആണ്. പൈവോട്ട് ജോയിന്റ് കാണപ്പെടുന്നത് എവിടെയാണ്? നെക്കിലാണ്. എ ബോൺ ദാറ്റ് മൂവ്സ് ഫോർവേഡ്, ബാക്ക്വേർഡ് ആൻഡ് സൈഡ് ടു സൈഡ് ഇൻ അനദർ ബോൺ. അതാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ജോയിൻസ് കാണപ്പെടുന്ന ബോഡി പാർട്സും പിന്നെ അതിന്റെ ഫങ്ഷൻസും ഈ ഭാഗങ്ങളൊക്കെ നന്നായി പഠിച്ചു വെക്കുക. അപ്പോൾ ഓരോ ജോയിൻസിന്റെ പാർട്സും അതുമായി റിലേറ്റ് ചെയ്ത പാർട്സും പിന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നന്നായി പഠിക്കുക. ഇനി ക്വസ്റ്റ്യൻ ബി, റൈറ്റ് എനി ടു ഡിഫിക്കൽസി വി വുഡ് ഫേസ് ഇറ്റ് വി ഡോണ്ട് ഹാവ് ജോയിൻസ്. നമുക്ക് ജോയിൻസ് ഇല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആയിരിക്കും ഫേസ് ചെയ്യുന്നത്? കാൺ മൂവ്, എന്താണ്? നമുക്ക് മൂവ് ചെയ്യാനൊന്നും കഴിയില്ല. കാൺ ഈറ്റ് ഫുഡ്, നമുക്ക് ഫുഡ് കഴിക്കാൻ കഴിയില്ല. കയ്യിൽ വെച്ചിട്ടെടുത്ത് കഴിക്കാൻ കഴിയില്ല. കാൺ റീഡ്, നമുക്ക് വായിക്കാൻ കഴിയില്ല. ക്യാൻ ഡു വർക്ക്, നമുക്ക് ഒരു ജോലി ചെയ്യാൻ കഴിയില്ല. ക്യാൻ എൻഗേജ് ഇൻ ഗെയിംസ്, ഒരു ഗെയിംസിലും പങ്കെടുക്കാനൊന്നും നമുക്ക് കഴിയില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഈ ജോയിൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നടക്കില്ല. അപ്പൊ ജോയിൻസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ മെൻഷൻ ചെയ്യുന്ന ഭാഗങ്ങൾ, ഇപ്പൊ ജോയിൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ബോൺസിന്റെ കാര്യം പറഞ്ഞു, പിന്നെ സെൻസറി അല്ല നമ്മുടെ ബോഡി പാർട്സ്, റിബ്സ്, സ്പൈൻസ്, സ്കള്ളൊക്കെ പോലെയുള്ളത് പറഞ്ഞു. പിന്നെ നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റ്, അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റ്, പിന്നെ മാഗ്നറ്റിന്റെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു. പിന്നെ ഫുഡ് ചാർട്ട്, ഫുഡിന്റെ ബാലൻസ്ഡ് ഡയറ്റ്, വൈറ്റമിൻസ്, വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസുകൾ, പിന്നെ നമ്മുടെ ഫുഡ് ന്യൂട്രിയൻസിനെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഭാഗങ്ങളിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി പഠിച്ചിട്ട് പോവുക. ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നെക്സ്റ്റ് 9th ആക്ടിവിറ്റി, വാട്ട് ഈസ് ദ നെയിം ഓഫ് സ്കെലിറ്റൻ ഫൗണ്ട് ഇൻ ദീസ് ആനിമൽസ്. ഇവിടെ കുറച്ച് ആനിമൽസിനെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെയും സ്കെലിറ്റൺ ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 2 ടൈപ്പ് ഓഫ് സ്കെലിറ്റൺ ആണുള്ളത്, എക്സോ സ്കെലിറ്റണും എൻഡോ സ്കെലിറ്റണും. അപ്പൊ താഴെ കാണുന്ന ആനിമൽസിന്റെ സ്കെലിറ്റൺ ഏതാണ്? എക്സോ സ്കെലിറ്റൺ ആണ്. ക്വസ്റ്റ്യൻ ബി, ഹൗ ഡു ദിസ് സ്കെലിറ്റൺ ഹെൽപ്പ് ദിസ് ആനിമൽ. ഈ എക്സോ സ്കെലിറ്റൺ എങ്ങനെയാണ് ആനിമൽസിനെ ഹെൽപ്പ് ചെയ്യുന്നത്? Exoskeleton helps to protect and give shape to the body and protect from enemies. Exoskeleton എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ബോഡിക്ക് ഷേപ്പ് നൽകുകയും പ്രൊട്ടക്ഷൻ നൽകുകയും ചെയ്യുന്നു. അതുപോലെ എനിമീസിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകാനും ഹെൽപ്പ് ചെയ്യുന്നു എക്സോസ്കെലിറ്റൻ. ക്വസ്റ്റ്യൻ സി, നെയിം 4 animals that have endoskeleton. എൻഡോസ്കെലിറ്റൻ ഉള്ള 4 ആനിമൽസിന്റെ പേര് എഴുതാനാണ് പറയണേ. മാൻ, കൗ, ഫ്രോഗ്, ബേർഡ്. ഇതൊക്കെ എന്താണ്? എൻഡോസ്കെലിറ്റനുള്ള ആനിമൽസ് ആണ്. അതുപോലെ എക്സോസ്കെലിറ്റനും എൻഡോസ്കെലിറ്റനും ഉള്ളതുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കെലിറ്റൻസ് എന്ന് പഠിക്കുക. എക്സോസ്കെലിറ്റൻ, എൻഡോസ്കെലിറ്റൻ, പിന്നെ അതിന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആനിമൽസ് ഏതാണ്, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, എക്സോസ്കെലിറ്റൻ എൻഡോസ്കെലിറ്റന്റെ ഒക്കെ ഫങ്ഷൻസ് എന്താണ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പൊ ഇതാണ്
എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഉള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.